മനുഷ്യരുടെയും പാവങ്ങൾക്കായി ക്രൂശിൽ മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ എല്ലാവർക്കും സ്നേഹവന്ദനം. പ്രിയ സഹോദരങ്ങളെ, കഴിഞ്ഞ ദിവസം ക്ലബ് ഹൗസിൽ മാർ ജോസഫ് പാംപ്ലാനി പറഞ്ഞ ഒരു വിഷയത്തിന് TF മറുപടി പറഞ്ഞപ്പോൾ അത് കേട്ട നല്ല വിഷമത്തിൽ വെള്ള പൂശിക്കൊണ്ട് കേരള കാത്തലിക് ഫെഡറേഷൻ പ്രസിഡന്റ് പ്രൊഫസർ KM ഫ്രാൻസിസ് PhD ഒരു മറുപടിയായിട്ട് വന്നു. അല്ലയോ KM ഫ്രാൻസിസ് PhD, താങ്കൾ മറുപടിയായിട്ട് വന്നത് താങ്കളുടെ വിഷമത്തെ ഞങ്ങൾ അംഗീകരിക്കുന്നു, താങ്കളുടെ ദുഃഖത്തെ ഞങ്ങൾ അംഗീകരിക്കുന്നു. ഇങ്ങനെ ഒരു മറുപടി ലഭിക്കുമെന്ന് താങ്കൾ ധരിച്ചില്ല, അതുകൊണ്ടായിരിക്കാം താങ്കൾ ഈ മറുപടിയായിട്ട് വന്നത്. ഞങ്ങൾ പറഞ്ഞതെന്ത്, താങ്കൾ പറയുന്നതെന്ത്? കാരണം ഞങ്ങൾ എന്തിനാണ് മറുപടി പറഞ്ഞതെന്നും താങ്കൾ എന്താണ് ഞങ്ങളോട് പറയാൻ ഉദ്ദേശിക്കുന്നതെന്നും വളരെ വിചിത്രമായ കാര്യമാണ്. ഞങ്ങൾ പറഞ്ഞത് എന്താണെന്ന് അന്ന് ക്ലബ് ഹൗസിലും യൂട്യൂബിലും കേട്ടിരുന്നവർക്ക് എല്ലാവർക്കും ബോധ്യപ്പെട്ടു. പക്ഷെ എന്നാൽ KM ഫ്രാൻസിസ് PhD വന്നിട്ട് ഒരു അട്ടിമറി സ്വഭാവം കാണിച്ചുകൊണ്ട് സംസാരിക്കാൻ വന്നതിൽ ശകലം വിഷമം ഞങ്ങൾക്കും ഉണ്ടായി. ഞങ്ങൾ പറഞ്ഞതല്ല താങ്കൾ തിരിച്ചു മറുപടിയായിട്ട് വന്നത്. ചെമ്പേരി വെച്ച് ജോസഫ് പാംപ്ലാനി പറഞ്ഞ കേരള സ്റ്റോറി അല്ല പ്രചരിപ്പിക്കേണ്ടത്, നസ്രയന്റെ സ്റ്റോറിയാണ് പ്രചരിപ്പിക്കേണ്ടത് എന്ന പ്രസ്താവന നടത്തുകയുണ്ടായി എന്നാണ് പ്രൊഫസർ KM ഫ്രാൻസിസ് PhD പറയുന്നത്. ആ ക്ലിപ്പ് ഒന്ന് കേട്ടു നോക്കാം. സ്നേഹമുള്ളവരെ, തലശ്ശേരി ആർച്ച് ബിഷപ്പായ മാർ ജോസഫ് പാംപ്ലാനി ചെമ്പേരിയിൽ വെച്ച് യുവജനങ്ങളോട് സംസാരിക്കുമ്പോൾ കേരള സ്റ്റോറിയല്ല പ്രചരിപ്പിക്കേണ്ടത്, നസ്രായൻ്റെ സ്റ്റോറിയാണ് പ്രചരിപ്പിക്കേണ്ടത് എന്ന ഒരു പ്രസ്താവന നടത്തുകയുണ്ടായി. അദ്ദേഹത്തിൻ്റെ ഈ പ്രസ്താവനയിൽ രോഷാകുലരായി ചില ക്രൈസ്തവ സംരക്ഷണ സംഘങ്ങളാണെന്ന് വിശ്വസിക്കുന്ന ചിലർ അദ്ദേഹത്തിൻ്റെ പ്രസ്താവനയെ വളരെ മോശമായി ചിത്രീകരിക്കുകയും അദ്ദേഹം ഒരു ആട്ടിൻതോലിട്ട ചെന്നായയാണെന്ന് വരെ പറയുന്ന അവസ്ഥയിലേക്ക് ചില സുവിശേഷ പ്രഘോഷകരെന്ന് അഭിമാനിക്കുന്നവർ അത്തരത്തിലുള്ള ഒരു സൈബർ ബുള്ളിയിങ്ങിൻ്റെ രീതിയിലേക്ക് അധപതിച്ച പ്രസ്താവനകൾ ഞാൻ കേൾക്കുകയുണ്ടായി. ഉദാഹരണമായി സാക്ഷി അപ്പോളജറ്റിക്സ്, ട്രൂത്ത് ഫൈറ്റേഴ്സ് എന്നാണ് അവർ സ്വയം അവകാശപ്പെടുന്നത്. സത്യത്തിൻ്റെ പോരാളികൾ. സത്യത്തിന് ആരുടെയും സഹായം ആവശ്യമില്ല, സത്യം തന്നെത്താൻ പുറത്തു വന്നുകൊള്ളും. അല്ലയോ പ്രൊഫസർ KM ഫ്രാൻസിസ് PhD, സാക്ഷി പറയേണ്ടിടത്ത് മറുപടി നല്ല രീതിയിൽ പറഞ്ഞതുകൊണ്ടാണ് നിങ്ങളിലുള്ളവർ പോലും ഇസ്ലാം എന്താണെന്ന് അറിയാൻ തുടങ്ങിയത്. സാക്ഷി പറയേണ്ട സ്ഥലങ്ങളിൽ നല്ല രീതിയിൽ, രഹസ്യത്തിലൊന്നുമല്ല, നല്ല രീതിയിൽ പൊതുവായിട്ടുള്ള സ്റ്റേജിൽ കയറി നിന്നുകൊണ്ട് അല്ലാഹു മാത്രമാണ് ദൈവം, യേശു ദൈവമല്ല, ബൈബിള് ദൈവികമല്ല, ബൈബിളിൽ പറയുന്ന വിശുദ്ധ മറിയെ വളരെ മോശമായിട്ടും ഒക്കെ പ്രഖ്യാപിച്ച് ഓരോരുത്തർ ഇതുവഴി നടന്നപ്പോൾ അതിന് സാക്ഷി അപ്പോളജി നെറ്റ്വർക്കും TFൻ്റെ അകത്തുള്ള അനിൽകുമാർ അയ്യപ്പനും ബാക്കിയുള്ള സഹോദരന്മാരും എല്ലാം വളരെ നല്ല രീതിയിൽ പരസ്യവേദികളിൽ കയറി എന്ന് സംസാരിച്ചപ്പോഴാണ് നിങ്ങളിലുള്ള പല ആൾക്കാരും ഇസ്ലാം എന്താണെന്ന് അറിയാൻ വരെ സാധിച്ചത്. നിലമ്പൂരൊക്കെ നടത്തിയ ആ ഒരു വലിയ മീറ്റിംഗ് ഒക്കെ ചിലപ്പോൾ താങ്കൾ മറന്നുപോയി കാണും. ഇനി ഇസ്ലാം അറിയുവാൻ സാക്ഷി അപ്പോളജി നെറ്റ്വർക്ക് എന്ന് പറയുന്ന ഒരു സംഘടന കേരളത്തിലേക്ക് കടന്നു വന്ന് അത് അറിയിക്കുകയും ചെയ്തു, അത് നല്ല രീതിയിൽ. അതല്ല ഫ്രാൻസിസ് PhD ഈ കഴിഞ്ഞ ദിവസം ക്ലബ് ഹൗസിൽ പറഞ്ഞ കാര്യവും എന്ന് വെച്ചാൽ TF മറുപടി പറഞ്ഞതുമായ കാര്യത്തിന് എന്ത് ബന്ധം? ഞങ്ങൾ മറുപടി പറഞ്ഞത് എന്തിനെന്ന് KM ഫ്രാൻസിസ് PhD മനസ്സിലായില്ലല്ലേ? ഞങ്ങൾ എന്താണ് മറുപടി പറഞ്ഞതെന്നുള്ള ആദ്യ വീഡിയോ ഒന്ന് കേട്ടു നോക്കൂ. ഇന്ന് നമ്മുടെ പെൺകുട്ടികളുടെ രക്ഷകരായി
പലരും രംഗപ്രവേശം ചെയ്യുന്നുണ്ട്. നിങ്ങൾ ആത്മാഭിമാനമുള്ള മക്കളാണ്. ഈ തലശ്ശേരിയിലെ ഒരൊറ്റ പെൺകുട്ടിയെ പോലും ആർക്കും ചതിയിലോ പ്രണയക്കുരുക്കിലോ പെടുത്താനാവാത്ത വിധം നട്ടലുള്ള പെൺകുഞ്ഞുങ്ങളാണ് ഈ തലശ്ശേരിക്കുള്ളത് എന്ന് ചങ്കൂറ്റത്തോടെ പറയാൻ തക്ക വിധത്തില് ഇപ്രകാരമുള്ള കെണികളുടെ പേരില് നമ്മൾ ഇവിടെ വർഗീയതയുടെ വിഷം ചീറ്റാനും നമ്മളുടെ സ്വയം പ്രഖ്യാപിത സംരക്ഷകരാകാനും ഒരു സംഘടനയെയോ ഒരു പ്രസ്ഥാനത്തെയോ അനുവദിക്കുകയില്ല എന്ന് പ്രഖ്യാപിക്കാൻ വേണ്ടി കൂടി ഈ നസ്രാണി സംഗമത്തിന് കഴിയട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. ആദ്യ വീഡിയോ ഇതാണ്. ഈ വീഡിയോയ്ക്ക് മറുപടി പറഞ്ഞത് ഞാനാണ്. ഈ വീഡിയോ കാണിച്ചുകൊണ്ട് മറുപടി പറഞ്ഞതും മറ്റു പല വീഡിയോസും കേൾപ്പിച്ചുകൊണ്ട് മറുപടി പറഞ്ഞത് ഞാനാണ്. പക്ഷേ TFന്റെ അകത്തുള്ള അനിൽകുമാർ അയ്യപ്പൻ ബ്രദർ അദ്ദേഹം മറുപടി പറഞ്ഞത് അബ്രഹാമിൻ്റെ വംശത്തിലുള്ളവരാണ് മുസ്ലിങ്ങൾ എന്നതിനാണ്. പക്ഷേ പ്രൊഫസർ KM ഫ്രാൻസിസ് PhD നല്ല കള്ളം പറയുന്നുണ്ട്. ജിഹാദികളെ പോലെ തന്നെ വാട്സപ്പ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് കിട്ടിയതാണെന്ന് തോന്നുന്നു. വിഷയത്തെ അട്ടിമറിക്കാനുള്ള ശ്രമം കൊള്ളാമല്ലോ പ്രൊഫസറെ. വിഷയത്തെ അട്ടിമറിക്കാനുള്ള ശ്രമം വളരെ നല്ല രീതിയിൽ താങ്കൾക്ക് ചെയ്യാൻ സാധിക്കുന്നുണ്ട് എന്നെനിക്ക് തോന്നുന്നു. കാരണം ഞങ്ങൾ പറഞ്ഞത് കേരള സ്റ്റോറി അല്ല പ്രചരിപ്പിക്കേണ്ടത്, നസ്രേന്റെ സ്റ്റോറിയാണ് പ്രചരിപ്പിക്കേണ്ടത് എന്നുള്ള കാര്യത്തിനല്ല ഞങ്ങൾ മറുപടി പറഞ്ഞത്. ഞങ്ങൾ മറുപടി പറഞ്ഞത് തലശ്ശേരിയിൽ നിന്ന് ഒരു പെൺകുട്ടികളെ പോലും ആർക്കും അടിച്ചുകൊണ്ട് പോകാൻ പറ്റത്തില്ല, അല്ലെന്നുണ്ടെങ്കിൽ പ്രണയ കുരുക്കിൽ വീഴ്ത്താൻ പറ്റുകയില്ല എന്നുള്ള വിഷയത്തിനാണ് ഞങ്ങൾ മറുപടി പറഞ്ഞത്. ഈ വിഷയത്തിലേക്ക് എന്തൊക്കെയാണെങ്കിലും മറുപടി പറയാൻ വരുന്നതിന് മുമ്പ് എല്ലാം നല്ല രീതിയിലൊന്ന് കേട്ടിട്ട് KM ഫ്രാൻസിസ് PhD ഒരു മറുപടി പറയാൻ വരുന്നത് വളരെ നല്ലതായിരുന്നു. അതൊക്കെ പോട്ടെ, ഇനി നമുക്ക് വിഷയത്തിലേക്ക് വരാം. ജോസഫ് ആംബ്ലാനി പറഞ്ഞത് ഇന്ന് നമ്മുടെ പെൺകുട്ടികളുടെ രക്ഷകരായി പലരും രംഗപ്രവേശം ചെയ്തിരിക്കുന്നു. ഈ തലശ്ശേരിയിൽ ഒറ്റ പെൺകുട്ടികളെ പോലും ആർക്കും ചതിയിലോ പ്രണയക്കുരുക്കിലോ പെടുത്താൻ ആവാത്ത വിധം നട്ടലുള്ള പെൺകുഞ്ഞുങ്ങളാണ് തലശ്ശേരി ഉള്ളത് എന്നാണ് പറഞ്ഞത്. ശരിയായിരിക്കാം, നട്ടലുള്ള പെൺകുട്ടികൾ തലശ്ശേരിയിൽ ക്രിസ്തീയ വിഭാഗത്തിലുള്ള പെൺകുട്ടികൾ ഉണ്ടായിരിക്കാം. ആർക്കും അവരെ ചതിയിലോ ഒന്നും പെടുത്താൻ സാധിക്കത്തില്ലായിരിക്കാം. അതൊക്കെ സത്യാവസ്ഥയായിരിക്കും. പക്ഷേ ജോസഫ് ആംബ്ലാനിക്ക് ഓർമ്മക്കുറവുണ്ടോ എന്നൊരു സംശയമുണ്ട്. ഉണ്ടെങ്കിൽ KM ഫ്രാൻസിസ് PhD അതൊന്ന് ഓർമ്മപ്പെടുത്തി കൊടുക്കുന്നത് നല്ലതായിരിക്കും. കുറച്ച് നാളുകൾക്ക് മുമ്പ് ഇതേ ജോസഫ് ആംബ്ലാനി പറഞ്ഞു, മുസ്ലിം സമുദായത്തിൽപ്പെട്ട ചില തീവ്ര നിലപാടുള്ള ഗ്രൂപ്പുകാരായ യുവജനങ്ങൾ ക്രിസ്തീയ ഹൈന്ദവ പെൺകുട്ടികളെ വശീകരിച്ച് പ്രണയം അഭിനയിക്കുന്നു, മതം മാറ്റി അവരെ തങ്ങളുടേതായ ലക്ഷ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്നു. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ, ഒരുപാട് കേസുകൾ അദ്ദേഹത്തിന് തന്നെ അറിയാവുന്ന പറയുകയാണ്. അദ്ദേഹം 2022 ആ സമയത്തെങ്ങാണ്ടാണ് ബിഷപ്പായിട്ട് വരുന്നത്. അപ്പോൾ അതിനു മുമ്പ് ചിലപ്പോൾ നടത്തിയതായിരിക്കും. പക്ഷെ ബിഷപ്പായി കഴിഞ്ഞപ്പോൾ ഇപ്പോൾ ബിഷപ്പ് ജോസഫ് പാംബ്ലാനിക്ക് എന്തൊക്കെയോ ചില മാറ്റങ്ങൾ സംഭവിച്ചു എന്ന് നോക്കാം. ഇനി ഇദ്ദേഹം പറഞ്ഞ ആ കുറച്ച് നാളുകൾക്ക് മുമ്പ് പറഞ്ഞ വോയിസ് ഒന്ന് കേട്ടു നോക്കാം. ലവ് ജിഹാദ് എന്ന വാക്ക് ഉപയോഗിക്കണമെന്ന് ഇവിടെ ക്രൈസ്തവർക്ക് ഒരു നിർബന്ധവും. ഏത് വാക്കും പകരം ഉപയോഗിച്ചോട്ടെ. ഞങ്ങൾ അഭിമുഖീകരിക്കുന്ന ഒരു സാമൂഹിക പ്രശ്നമുണ്ട്. ആ പ്രശ്നത്തെക്കുറിച്ചാണ് ഇവിടെ സംസാരിക്കുക. അതിന് നിങ്ങൾ കൊടുക്കുന്ന ശീർഷകം എന്തുമാകട്ടെ, ഒരു പ്രശ്നമുണ്ട്. പ്രശ്നം എന്ത് എന്ന് ചോദിച്ചാൽ മുസ്ലിം സമുദായത്തിൽപ്പെട്ട ചില തീവ്രവാദ നിലപാടുള്ള ഗ്രൂപ്പുകാർ ആ യുവജനങ്ങൾ ക്രിസ്തീയ ഹൈന്ദവ പെൺകുട്ടികളെ വശീകരിച്ച് പ്രണയം അഭിനയിച്ചുകൊണ്ട് അവരെ മതം മാറ്റി അവരെ തങ്ങളുടേതായ ലക്ഷ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്നു. അത് തീവ്രവാദ പ്രവർത്തനങ്ങൾക്കാകാം, സ്വർണ്ണക്കടത്തിനാകാം, മയക്കുമരുന്നിൻ്റെ വിപണനത്തിന് വേണ്ടിയാകാം. ഉപയോഗിക്കുന്നതിൻ്റെ ഒട്ടനവധി കഥകൾ നമ്മൾ കേൾക്കുന്നുണ്ട്. ഈ എല്ലാ മതാന്തര പ്രണയങ്ങളെയും ലവ് ജിഹാദെന്നോ അല്ലെങ്കിൽ സമാന പദങ്ങൾ കൊണ്ടോ വിളിക്കാൻ നമ്മൾ ആഗ്രഹിക്കുന്നില്ല. വിവിധ മതങ്ങൾ ഇടകലർന്ന് ജീവിക്കുന്ന ഒരു രാജ്യത്ത് തീർച്ചയായും ഇതര മതവിഭാഗത്തിൽപ്പെട്ട
യുവജനങ്ങൾ തമ്മിൽ ആകൃഷ്ടരാകുന്നതും പ്രണയത്തിലാകുന്നതും വിവാഹിതരാകുന്നതും ഒക്കെയും സ്വാഭാവികമായൊരു വിഷയമാണ്. അപ്രകാരം ഒഴിവാക്കാനാവാത്ത രീതിയിലുള്ള പ്രണയത്തിലായവർക്ക് ഈ പങ്കാളിയുടെ വിശ്വാസത്തെ വ്രണപ്പെടുത്താതെ തന്നെ ക്രിസ്തീയ ജീവിതം തുടരുന്നതിനുള്ള നടപടിക്രമങ്ങളും സഭയിലുണ്ട്. അതൊരു വശത്ത് നിൽക്കുക. പക്ഷെ ഇപ്പോൾ നമ്മൾ അഡ്രസ്സ് ചെയ്യുന്ന വിഷയം അതല്ല. ഇവിടെ കേരള പോലീസ് പറയും ലവ് ജിഹാദില്ല. കേന്ദ്ര ഗവൺമെന്റിന്റെ പഠനത്തിൽ പറയും ഇവിടെ ലവ് ജിഹാദേ ഇല്ല. ലവ് ജിഹാദ് ഉണ്ടോ ഇല്ലയോ എന്ന് കേന്ദ്ര പോലീസോ കേരള പോലീസോ പറയേണ്ട കാര്യം നമുക്കില്ല. ഇവിടുത്തെ കുടുംബങ്ങളിൽ നിന്ന് പെൺകുട്ടികൾ ഇപ്രകാരം ചതിക്കെണിയിൽപ്പെട്ട് പ്രണയത്തിൻ്റെ ലേബലിൽ നാട് കടത്തപ്പെടുന്നു. ആ ഒരു പ്രതിസന്ധി ഇവിടെയുണ്ട്. ഈ ചുറ്റുവട്ടങ്ങളിൽ ഈ അടുത്ത നാളുകളിൽ തന്നെ ഈ മലബാറിൻ്റെ കണ്ണൂർ ജില്ലയിൽ നിന്ന് തന്നെ ഒരു 10-18ഓളം കേസുകൾ എൻ്റെ അറിവിൽ തന്നെ ഈ ഇപ്രകാരം മാതാപിതാക്കൾ എന്നോട് പങ്കുവച്ചിട്ടുണ്ട്. അവരുടെ പെൺകുട്ടി ഇപ്രകാരം പോയി എന്നുള്ളത് മാതാപിതാക്കൾക്ക് പിന്നെ അവരെ കാണാനോ ഒന്ന് സംസാരിക്കാനോ പോലും ഉള്ള അവസരങ്ങൾ നിഷേധിക്കപ്പെടുന്നു. എന്തിനാണ് ഒരു ന്യായമായ രീതിയിലുള്ള വിവാഹമാണെങ്കിൽ ഇത്രയും വലിയ ഒളിച്ചുകളി എന്തിനു വേണ്ടിയാണ്? ശരിയായുള്ള പ്രണയത്തിന്റെ പേരിൽ പോയതാണ് എങ്കിൽ ഇത്രയും വലിയ രഹസ്യ സ്വഭാവങ്ങൾ എന്തിനു വേണ്ടിയാണ്? അവരെ ഒന്ന് കാണാനോ സംവദിക്കാനോ സംസാരിക്കാനോ മാതാപിതാക്കൾക്കോ സഹോദരങ്ങൾക്കോ പോലും കഴിയാത്ത സാഹചര്യം ഉണ്ടാക്കുന്ന എന്തിനു വേണ്ടിയാണ്? ഇതൊക്കെ വളരെ സംശയങ്ങൾ ജനിപ്പിക്കുന്നതാണ്. അപ്രകാരം പോയി ജീവിതം തകർന്നു പോയി തിരികെ വീടുകളിലേക്ക് വന്ന പെൺകുട്ടികളുടെ എണ്ണം, കഥകൾ, സങ്കടങ്ങൾ നമ്മൾ എത്രയോ കേട്ടിരിക്കുന്നു. ഇതെല്ലാം വെച്ച് ഇതൊരു സാമൂഹിക പ്രശ്നമാണ്. ഇതൊരു മതപരമായ പ്രശ്നമായിട്ടല്ല കത്തോലിക്കാ സഭ ഇതിനെ പറയുന്നു. ഇതൊരു വലിയ സാമൂഹിക പ്രശ്നമാണ്. ഇവിടുത്തെ ഏതാനും പെൺകുട്ടികളെ ചതിച്ച് അവരുടെ ജീവിതം നശിപ്പിക്കാൻ വേണ്ടി ചില സാമൂഹ്യ വിരുദ്ധരായ തീവ്രവാദികൾ ഇറങ്ങിയിട്ടുണ്ട് എന്നും അവരെ നിലയ്ക്ക് നിർത്തണമെന്നുമാണ് സഭയ്ക്ക് പറയാനുള്ളത്. അതാണ് പാലായിലെ അഭിവന്യ ജോസഫ് കല്ലറങ്ങാട്ട് പിതാവ് പറഞ്ഞത്. ഇവിടെ നാർക്കോട്ടിക് ജിഹാദും ലവ് ജിഹാദും ഈ സമുദായത്തെ അപകടപ്പെടുത്തുന്നു എന്ന് പറഞ്ഞത് സഭയുടെ പൊതുബോധത്തിൻ്റെ തന്നെ ഭാഗമാണ്. ആ ഒരു വികാരം അഭിവന്യ കല്ലറങ്ങാട്ട് പിതാവ് പറഞ്ഞ ആ വികാരം ഞങ്ങൾക്ക് എല്ലാവർക്കും ഉള്ള വികാരം തന്നെയാണ്. അത് പരിഹരിക്കപ്പെടേണ്ട ഒരു വിഷയം തന്നെയാണ്. എന്നിട്ടും ജോസഫ് പാംപ്ലാനി പറയുന്നത് ലവ് ജിഹാദുമായിട്ടുള്ള വിഷയത്തിൽ മലബാർ മേഖലയിൽ ലവ് ജിഹാദ് നടന്നിട്ടില്ല എന്നാണ്. തലശ്ശേരി അതിരൂപത മെത്രാപ്പോലീത്തയായ മാർ ജോസഫ് പാംപ്ലാനി പറയുന്നത്. പക്ഷെ കത്തോലിക്ക സഭ പല പുസ്തകങ്ങളും ഇറക്കിക്കൊണ്ട് അതിൽ പറയുന്നു ഉണ്ട്, ലവ് ജിഹാദ് ഉണ്ട്. ലവ് ജിഹാദ് മാത്രമല്ല, നർക്കോട്ടിക് ജിഹാദ്, ഫുഡ് ജിഹാദ്, ലാൻഡ് ജിഹാദ്, ഷോപ്പ് ജിഹാദ്, ബിസിനസ് ജിഹാദ്, പൊളിറ്റിക്കൽ രാഷ്ട്രീയ ജിഹാദ്, സെമിനാർ ജിഹാദ്, കരിയർ ജിഹാദ്, ഗൈഡൻസ് ജിഹാദ്, തൊഴിൽ ഇൻ്റർവ്യൂ ജിഹാദ്, ഇങ്ങനെ പലവിധ ജിഹാദുകളുണ്ടെന്ന് സഭ 2022 ഇറക്കിയ പുസ്തകമായ ക്രൈസ്തവ വിശ്വാസവും ഇസ്ലാമിക വീക്ഷണവും എന്ന പുസ്തകത്തിൽ എഴുതിയിരിക്കുകയാണ്. എത്ര ജിഹാദുകളുണ്ട്? ഞങ്ങൾക്ക് ഇത്രയും ജിഹാദുകൾ പറഞ്ഞിട്ടില്ല. ഞങ്ങൾ ലവ് ജിഹാദും നർക്കോട്ടിക് ജിഹാദും ലാൻഡ് ജിഹാദും ഒക്കെ ഉണ്ട്, ബിസിനസ്സിൻ്റേതായിട്ടുള്ള ജിഹാദുകളൊക്കെ ഉണ്ടെന്ന് പറയുമ്പോൾ ഇത് ഞങ്ങൾ വർഷങ്ങളായിട്ട് ഇത് പറയുന്നുണ്ട്. അതിനെ കടത്തി വെട്ടിക്കൊണ്ട് 2022 ഇറക്കിയ പുസ്തകത്തിൻ്റെ അകത്ത് ഇത് പറയുന്നുണ്ട്. പ്രൊഫസർ KM ഫ്രാൻസിസ് PhD, താങ്കൾ ചിലപ്പോൾ ഈ പുസ്തകങ്ങൾ വായിച്ചിട്ടില്ലായിരിക്കാം, ചിലപ്പോൾ വായിച്ചിട്ടുണ്ടായിരിക്കാം. പക്ഷേ താങ്കൾ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ താങ്കളുടെ യൂട്യൂബിൽ ഇറക്കിയിട്ട് കമൻറ്റ് ബോക്സ് വരെ ഓഫാക്കി വെച്ചുകൊണ്ട് താങ്കൾ നട്ടെല്ല് നിവർത്തി നിന്നുകൊണ്ട് പറയുകയാണ് ഞങ്ങളുടെ പിതാവിന് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ജോസഫ് പാംപ്ലാനിക്ക് നട്ടെല്ലുള്ളത് കൊണ്ടാണ് അത് പറഞ്ഞതെന്ന് പറയുന്നത്. പക്ഷെ താങ്കൾ ഇത്രയും വീഡിയോസ് ചെയ്തിട്ട് അതിനെല്ലാത്തിനും കമൻറ്റ് ബോക്സ് ഓണാക്കി വെക്കുകയും ഈ ഒരു വീഡിയോയ്ക്ക് മാത്രം കമൻറ്റ് ബോക്സ് ഓഫാക്കി വെച്ചപ്പോൾ നട്ടെല്ലിൻ്റെ കാര്യത്തിൽ താങ്കൾ എവിടെയോ ഒരു പ്രശ്നമുള്ളതായിട്ട് തോന്നുന്നുണ്ട്. ആ നട്ടെല്ല് ഒന്ന് പുറകിൽ കൈവച്ചൊന്ന് പരിശോധിക്കുന്നത് വളരെ നല്ലതായിരിക്കും. ഫ്രാൻസിസ് PhDയോടാണ് പറയുന്നത്. തീവ്രവാദം പോലെ തന്നെ അപകടകരമാണ് വർഗീയത എന്ന് താങ്കളുടെ ചാനലിൽ മറുപടി പറയാൻ വരുന്നതിന് മുമ്പ് ഒന്ന് ചിന്തിക്കണ്ടേ? താങ്കൾ ഇതിൻ്റെ അകത്ത് പറയുന്നുണ്ടല്ലോ,
അനിൽകുമാർ അയ്യപ്പൻ വിശ്വസിക്കുന്ന മറിയയാണോ കത്തോലിക്ക സഭ വിശ്വസിക്കുന്ന മറിയെന്ന്? അല്ല, ഞാനൊരു സംശയം ചോദിച്ചോട്ടെ. ഈ അനിൽകുമാർ അയ്യപ്പൻ എന്ന് പറയുന്ന ആള് എന്തൊക്കെയാളും കത്തോലിക്ക സഭ വിശ്വസിക്കുന്നത് പോലെ മറിയയിൽ വിശ്വസിക്കാത്ത ഒരാളാണെന്ന് നിങ്ങൾക്കറിയാമായിരുന്നല്ലോ. പിന്നെന്തിനാണ് നാളുകൾക്ക് മുമ്പ് ഈ അനിൽകുമാർ വി അയ്യപ്പനെയും ഷിജുമോൻ ബ്രദറിനെയും കൂടെ POC വിളിച്ചു വരുത്തി ഞങ്ങളുടെ കുട്ടികളെ തിരിച്ചു കൊണ്ടുവരാൻ എന്ത് ചെയ്യണം ബ്രദറെ എന്ന് ചോദിച്ചത്? വേറെ ആരുമല്ല, ജോസഫ് പാംബ്ലാനിയാണ്. ആ പുസ്തകത്തിന്റെ പേര് ഇതാണ്, ക്രൈസ്തവ വിശ്വാസവും ഇസ്ലാമിക വീക്ഷണവും. എഡിറ്റർ പ്രൊഫസർ ആൻഡ്രൂസ് മേക്കാട്ടുകുന്നേലാണ് ഈ പുസ്തകം ഇറക്കിയിരിക്കുന്നത്. ഈ ബുക്ക് ചിലപ്പോൾ പ്രൊഫസർ KM ഫ്രാൻസിസ് PhD വായിച്ചില്ലായിരിക്കും, ചിലപ്പോൾ വായിച്ചിരിക്കാം. പക്ഷേ KM ഫ്രാൻസിസ് PhD കത്തോലിക്ക വിശ്വാസത്തിനെതിരാണ് സംസാരിക്കുന്നത്. ഈ പുസ്തകം വെച്ച് നോക്കുകയാണെങ്കിൽ ഈ പുസ്തകം കത്തോലിക്ക വിശ്വാസത്തിനെതിരാണ്. താങ്കളുടെ വീഡിയോയുടെ ബാക്കി കുറച്ച് ഭാഗങ്ങൾ നോക്കുകയാണെങ്കിൽ താങ്കൾ തികച്ചും കത്തോലിക്ക വിശ്വാസത്തിന് അനുകൂലമായിട്ടും, എന്നാൽ ഈ പുസ്തകം നോക്കുകയാണെങ്കിൽ കത്തോലിക്ക വിശ്വാസത്തിന് എതിരുമായിട്ടാണ് സംസാരിക്കുന്നത്. ഇത് മുഴുവനും പ്രൊഫസർ വീഡിയോയിൽ പറയുന്നതിന് അനുകൂലമാണോ പ്രതികൂലമാണോ എന്ന് പരിശോധിക്കുന്നത് നല്ലതായിരിക്കും. ഏതാ, ഈ പുസ്തകം മേടിച്ചൊന്ന് വായിച്ചിട്ട് ഇത് മുഴുവനും KM ഫ്രാൻസിസ് PhD ഒന്ന് പരിശോധിക്കണം. എന്നിട്ട് ഈ പറഞ്ഞിരിക്കുന്ന ഈ മറുപടിയായിട്ട് വന്നല്ലോ, വർഗീയതയുടെ ഒരു വിഷയമൊക്കെ ചീറ്റിക്കൊണ്ട് വന്നല്ലോ, ഇതിന് മറുപടി പറയുന്നതിന് മുമ്പായിട്ട് ഇനി അടുത്തൊരു മറുപടി എന്തൊക്കെയാണ് താങ്കൾക്ക് മറുപടി പറയാൻ സാധിക്കുമെങ്കിൽ ഈ പുസ്തകം മേടിക്കണം, മേടിച്ചിട്ടൊന്ന് വായിക്കണം. കാരണം ഇതിൻ്റെ അവതാരിക എഴുതിയിരിക്കുന്നത് താങ്കളുടെ പിതാവായ മാർ ജോസഫ് പാംബ്ലാനിയാണ്. ഈ അവതാരിക എഴുതിയിരിക്കുന്നതിൻ്റെ അകത്ത് നമ്മൾ വായിച്ചു വരുമ്പോൾ അതിൻ്റെ അകത്തൊരു ഭാഗം എഴുതിയിരിക്കുകയാണ്, ഇസ്ലാമിലെ ഒരു വിഭാഗം തീവ്രവാദ നിലപാടുകാർ ഈ പൊതുബോധനത്തിന് പോഷണം നൽകുന്നതിനെ നിരാകരിക്കാനോ തള്ളിപ്പറയാനോ മുസ്ലിം ഭൂരിപക്ഷത്തിന് കഴിയുന്നില്ല എന്നത് ഖേദകരം തന്നെയാണ്. ലവ് ജിഹാദും നർക്കോട്ടിക് ജിഹാദും ഹലാൽ വാദവും ഒക്കെ നടത്താൻ ചിലരെ കയറൂരി വിടുകയും സത്യസംവാദങ്ങൾ എന്ന പേരിൽ ഇതര മതാക്ഷേപത്തിന് പരസ്യവേദികൾ നിർബാധം ഒരുക്കുകയും ചെയ്തു എന്നത് ഒരു മതേതര സമൂഹത്തോട് ചെയ്യുന്ന അക്ഷന്തിപമായ അപരാധമാണ്. ലവ് ജിഹാദ് ഇല്ല എന്ന് കേന്ദ്രമന്ത്രിയും കേരള മന്ത്രിയും ഇന്റലിജൻസും കേരള പോലീസും ആവർത്തിച്ചു പറഞ്ഞാലും ഇതര മതവിശ്വാസികൾ വിശ്വസിക്കില്ല. കാരണം തങ്ങളുടെ കുടുംബങ്ങളിൽ നിന്ന് നൂറുകണക്കിന് പെൺകുട്ടികൾ ഇത്തരം ചതിക്കെണിയിൽപ്പെട്ട് കണ്ണുനീര് കുടിക്കുന്നത് അവരുടെ മുന്നിലെ പൊള്ളുന്ന ജീവിത യാഥാർത്ഥ്യമാണ്. കണ്ണടച്ച് ഇരുട്ടാക്കുന്നതിലല്ല, തൂമ്പായ തൂമ്പ എന്ന് വിളിക്കുന്നതിലാണ് പൊതുബോധത്തിന് ദിശാബോധം നിർണയിക്കുന്നത്. ഈസാ നബിയും ഈശോയും ഒന്നാണെന്ന് വാദിച്ചു തുടങ്ങിയവർ പ്രസ്തുത തന്ത്രം വിജയിക്കുന്നില്ലെന്ന തിരിച്ചറിവിൽ ഇന്ന് ഈശോയെ ജാരസന്ധിതിയായി ചിത്രീകരിക്കാൻ പോലും മടിയില്ലാത്തവരാകുന്നു. അല്ലയോ PhD KM ഫ്രാൻസിസ് PhD, ഇത് ഒരു വർഗീയതയല്ലേ എഴുതി വച്ചിരിക്കുന്നത്? കാരണം ഒരു മതസൗഹാർദ്ദ മാതൃകയുടെ നാടാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവതാരിക എഴുതി വെച്ചിട്ട് അതിൽ ചില കാര്യങ്ങൾ എഴുതി വെച്ചിരിക്കുന്ന ഒരു വർഗീയതയല്ലേ? ഇനി ആ അവതാരികയിൽ തന്നെ എഴുതി വെച്ചിരിക്കുകയാണ്, സമീപകാലത്തെ തീവ്ര നിലപാടുകളുമായി ചില ക്രൈസ്തവ സംഘടനകൾ രംഗപ്രവേശം ചെയ്തിട്ടുണ്ട്. അളമുട്ടിയപ്പോൾ കണ്ട് ഇവയെ പ്രോത്സാഹിപ്പിക്കുന്നവരുമുണ്ട്. സമുദായ ബോധം ആളിക്കത്തിച്ച് സംഘടിത സ്വഭാവം കൈവരിക്കാനുള്ള പരിശ്രമങ്ങൾ പ്രത്യക്ഷത്തിൽ ഗുണകരമെന്ന് തോന്നുമെങ്കിലും അവ ദൂരവ്യാപകമായ ദുരന്ത ഫലങ്ങൾ ഉണ്ടാക്കും. എന്താണ് ഈ സംഘടനകൾ ചെയ്തത്? തീവ്ര സംഘടനകൾ ആരൊക്കെയാണെന്നറിയില്ല, അത് അവരുടെ പേര് പറയാൻ എന്തോ ഒരു ഭയം ഉണ്ടായിരിക്കാം, അല്ലെ പേടി ഉണ്ടായിരിക്കാം. ഇല്ലാന്നുണ്ടെങ്കിൽ ഇത്രോ എഴുതിയ കൂട്ടത്തിൽ അവരുടെ പേരൂടൊക്കെ എഴുതുന്നത് നല്ലതായിരിക്കും. അവർ കടന്നു വന്നതുകൊണ്ട് പല കുടുംബങ്ങളും ആദ്യമേ അവതാരികയിൽ എഴുതിയല്ലോ കരയുകയും ഒക്കെയാണെന്ന്, പല കുടുംബങ്ങളും ഇപ്പോഴും വിഷമിച്ച് കരച്ചിലും ഒക്കെയാണെന്ന്. എന്നാൽ ഇത്തരം സംഘടനകളൊക്കെ ചില തീവ്രമായ നിലപാടുകൾ, എടാന്ന് വിളിച്ചാൽ പോടാന്ന് പറയുന്ന ആ നിലപാടല്ല, ചില പ്രശ്നങ്ങളിൽ അവർ ഏത് സംഘടനയാണോ ചില സംഘടനകൾ കടന്നു ചെല്ലുകയും അവരവിടെ ചെന്നിട്ട് നല്ല രീതിയിൽ സംസാരിച്ച് ചിലപ്പോൾ ആ കുടുംബത്തിൻ്റെ കണ്ണുനീരിനെയൊക്കെ ഒപ്പാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ അത് നിങ്ങളുടെ കഴിവുകേടാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഫ്രാൻസിസ് PhD പോലുള്ളവരുടെയൊക്കെ ഉള്ള കഴിവുകേട്. കാരണം താങ്കൾ വലിയ ഉയർന്ന പദവിയിലൊക്കെ ഇരിക്കുന്നതുകൊണ്ട് താഴെയുള്ള ആൾക്കാരുടെ ഇടയിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ ചിലപ്പോൾ സാധിച്ചെന്ന് വരത്തില്ല.
ചിലപ്പോൾ ചില സഹോദരന്മാർക്ക് അങ്ങനെ കടന്നു ചെന്ന്, അല്ലെങ്കിൽ ചില സഹോദരിമാർക്ക് അങ്ങനെ കടന്നു ചെന്ന് അങ്ങനെയുള്ള നല്ല നിലപാടുകൾ എടുക്കാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ അത് ആ കുടുംബത്തിൽ ചെന്ന് നിങ്ങൾ അന്വേഷിച്ചാൽ മതി. ഇപ്പോൾ നിങ്ങളുടെ ഈ വലിയൊരു ദുഃഖത്തിൽ നിന്ന് നിങ്ങൾക്ക് ആ ദുഃഖം മാറ്റി വലിയൊരു സന്തോഷം ലഭിക്കാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ കുടുംബത്തിലുള്ളവർ ചില സംഘടനകളുടെ പേരൊക്കെ പറയും, ചില വ്യക്തികളുടെ പേരൊക്കെ പറയും. അതൊരു അസൂയ പൂണ്ടിട്ടൊന്നും കാര്യമില്ല, നിങ്ങളെ കൊണ്ട് കഴിയുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ ശക്തമായിട്ടുള്ള കാര്യം. പിന്നെ ഈ ഗ്രന്ഥം എന്ന് വെച്ചാൽ നേരത്തെ പറഞ്ഞ ആ ഗ്രന്ഥം അനേകരുടെ ജീവിതത്തിൽ ഈ ഗ്രന്ഥം വഴി വിളക്കാകട്ടെ എന്ന് ആശംസിക്കുന്നു. ആരാണ് എഴുതിയിരിക്കുന്നത് അറിയാലോ? മാർ ജോസഫ് പാംബ്ലാനി, തലശ്ശേരി അതിരൂപത മെത്രാപ്പോലീത്ത, ജൂൺ 18, 2022 ഇറക്കിയ ബുക്കാണ്. അല്ല, KM ഫ്രാൻസിസ് PhD ഈ അവതാരികയിൽ പറയുന്ന ഇസ്ലാമിലെ ഒരു വിഭാഗം തീവ്രവാദ നിലപാടുകൾ എന്നൊക്കെ പറയുന്നത് വർഗീയ സ്വഭാവമല്ലേ? അതൊരു വർഗീയ സ്വഭാവമായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നില്ല? അല്ല, ഒരു സംശയം, ആരായി ഇസ്ലാമിലെ ഒരു വിഭാഗം തീവ്രവാദ നിലപാടുകൾ ഉള്ളവർ? സുന്നി വിഭാഗത്തിൽപ്പെട്ടവരാണോ? ഷിയ വിഭാഗത്തിൽപ്പെട്ടവരാണോ? മുജാഹിദ് വിഭാഗത്തിൽപ്പെട്ടവരാണോ? ഇനി കേരളത്തിൽ കുറച്ച് ആൾക്കാരെ ഉള്ളെങ്കിൽ കാദ്യാനി വിഭാഗത്തിൽപ്പെട്ടവരാണോ? ഇതിലേത് കൂട്ടരാണ് ഈ തീവ്ര നിലപാട് ഉള്ളവർ? KM ഫ്രാൻസിസ് PhD ഒന്ന് പറയണേ, ഇതിലേത് വിഭാഗമാണെന്നുള്ളത്. ഞങ്ങൾ പറയുന്നുണ്ട്, അള്ളാഹുവിനും മുഹമ്മദിനും വേണ്ടി എന്ത് ചെയ്യാൻ നടക്കുന്നവരെല്ലാം ജിഹാദ് എന്നുള്ള ആ പദത്തിൽ നിൽക്കുന്നവർ തന്നെയാണ്. ഈ ബുക്ക് ഇറക്കിയത് എന്തിനാണെന്നും ഈ ബുക്കിൽ തന്നെ പറയുന്നുണ്ട്. ഇതൊക്കെ ചിലപ്പം KM ഫ്രാൻസിസ് PhD വായിച്ചിട്ടില്ലായിരിക്കാം. ഇതൊക്കെ കണ്ടോളൂ. ഈ ഗ്രന്ഥത്തിന്റെ ലക്ഷ്യങ്ങൾ മേൽപ്പറഞ്ഞ ആശങ്കകളുടെ വെളിച്ചത്തിൽ ചുറ്റുപാടുള്ള അപകടങ്ങൾ തിരിച്ചറിഞ്ഞ് ജാഗ്രതയോടെ ജീവിപ്പാൻ സമൂഹാംഗങ്ങളെ പ്രാപ്തരാക്കുന്നതിനായി താഴെ പറയുന്ന ലക്ഷ്യങ്ങളോടെയാണ് ഈ പുസ്തകം വിഭാവനം ചെയ്യുന്നത്. ക്രൈസ്തവ വിശ്വാസ സത്യങ്ങളെക്കുറിച്ച് വ്യക്തമായ അറിവ് ലഭിക്കുന്നതിലൂടെ മാത്രമേ ഉറച്ച ബോധ്യവും അതിനനുസൃതമായ ജീവിതവും ഉണ്ടാവൂ. ക്രൈസ്തവ വിശ്വാസം ഉപേക്ഷിക്കുന്നവർ ജീവജലത്തിന്റെ ഉറവ ഉപേക്ഷിച്ച് ജലം സൂക്ഷിക്കാൻ കഴിവില്ലാത്ത പൊട്ടക്കിണറുകൾ കുഴിക്കുന്നവർക്ക് തുല്യരാണ്. ജെറമ്യ 2:13. അതിനാൽ പുതിയ തലമുറയിലെ സഭാസന്താനങ്ങളെ ക്രൈസ്തവ വിശ്വാസത്തിൽ ഉറപ്പിക്കുക. വിശുദ്ധ ബൈബിളിനും കൂദാശകൾക്കും തിരുസഭയുടെ പ്രബോധനങ്ങൾക്കെതിരായി സമൂഹത്തിലെ വിവിധ കോണുകളിൽ നിന്ന്, വിശേഷിച്ച് ഇസ്ലാം തീവ്രവാദ ചിന്തകരുടെ ഇടയിൽ നിന്നുമുള്ള വ്യാജ പ്രചരണങ്ങളുടെ പൊള്ളത്തരം തുറന്നു കാണിക്കുക. അല്ല, ഈ വിശേഷിച്ച് ഇസ്ലാം തീവ്രവാദ ചിന്തകരെന്ന് പറഞ്ഞല്ലോ. ആരാണ് ഇസ്ലാം തീവ്രവാദ ചിന്തകർ? സുന്നിയാണോ? ഷിയാണോ? മുജാഹിദാണോ? ഖാദിയാനിയാണോ? ഏത് വിഭാഗത്തിൽപ്പെട്ടവരാണ്? ഇസ്ലാം കുറേ വിഭാഗം ഉണ്ടല്ലോ. അതിൽ നിങ്ങൾ ഇസ്ലാം തീവ്രവാദ ചിന്തകരെന്ന് പറയുന്ന ഏത് വിഭാഗമാണ്? ഫ്രാൻസിസ് PhD ആണല്ലോ അതിനൊരു മറുപടി തരണേ. കാരണം ഞാൻ ഈ ചോദിച്ച ചോദ്യം എല്ലാവരും ചോദിക്കാൻ വേണ്ടി ഇരിക്കുകയായിരിക്കും. ചിലപ്പോൾ ഇത് കണ്ടതിന് ശേഷം, എന്നെ കേട്ടതിന് ശേഷം എല്ലാവരും ചോദിക്കും. താങ്കൾ എവിടെയെങ്കിലും വെച്ച് കണ്ടു കഴിഞ്ഞാൽ പോലും ചോദിക്കും, അല്ലെങ്കിൽ താങ്കളുടെ പിതാവിനോടാണെങ്കിലും ചോദിക്കും, ഇസ്ലാം തീവ്രവാദ ചിന്തകർ ആരാണ്? അതിനൊരു മറുപടി ഒന്ന് പറയണേ. അതൊന്ന് പറയുന്നത് നല്ലതായിരിക്കും. ഇനി ഈ പുസ്തകത്തെ, ഞങ്ങളുടെ ഈ ശ്രമത്തെ അനുഗ്രഹിച്ച അഭിവന്ദ്യ മാർ ജോസഫ് പാംബ്ലാനി പിതാവിനും ഹൃദയം നിറഞ്ഞ നന്ദിയൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഇത് എഴുതിയിരിക്കുന്നത്. അപ്പോൾ ഏകദേശം നിങ്ങൾ മനസ്സിലായല്ലോ. ഇനി ഈ ഫ്രാൻസിസ് PhDക്ക്, KM ഫ്രാൻസിസ് PhDക്ക് വല്ലാത്ത വേറൊരു വിഷമമുണ്ട്. ഈ അനിൽകുമാർ V. അയ്യപ്പൻ ജോസഫ് പാംബ്ലാനി ആട്ടിൻതോലണിഞ്ഞ ചെന്നായി എന്ന് വിളിച്ചു എന്നാണ് പറയുന്നത്. അതൊന്ന് കേട്ടു നോക്കാം. അപ്പോൾ ഈ സത്യത്തിൻ്റെ പോരാളികൾ എന്ന് പറയുന്ന അവരുടെ യൂട്യൂബ് ചാനലിൽ അനിൽകുമാർ അയ്യപ്പൻ എന്ന് പറയുന്ന വ്യക്തി പാംബ്ലാനി പിതാവ് ആട്ടിൻതോലിട്ട ചെന്നായിയാണെന്നും അദ്ദേഹം ഈന്തപ്പഴം വാങ്ങിച്ചിട്ടാണോ കാശ് വാങ്ങിച്ചിട്ടാണോ മുസ്ലിമുകൾക്ക് അനുകൂലമായി സംസാരിക്കുന്നത് എന്നുപോലും ഇരുന്ന് പറയുകയാണ്. അല്ലയോ ഫ്രാൻസിസ് PhD, ഇത്രയും തെളിവുകൾ നിരത്തിയപ്പോൾ താങ്കൾക്ക് മനസ്സിലായി കാണുമല്ലോ ആരാണ് ആട്ടിൻതോലണിഞ്ഞതെന്നും ഈന്തപ്പഴമാണോ കാശാണോ ഏതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനെ ഓരോ സമയത്തും വാക്കുകൾ മാറ്റി പറയുന്നതെന്നും എന്നെ കേട്ടവർ വിലയിരുത്തിയാൽ മതി.
താങ്കൾക്കും വേണേൽ വിലയിരുത്താം കേട്ടോ, KM ഫ്രാൻസിസ് PhD. താങ്കൾക്കും വേണേൽ വിലയിരുത്തുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. പക്ഷേ കള്ളത്തരം പറഞ്ഞ് ഇങ്ങനെ പോകരുത്. ഈ PhD ഒക്കെ എടുക്കുന്നത് അല്ലെങ്കിൽ ഒരു പ്രൊഫസർ എന്നൊക്കെ പറയുമ്പോൾ അതിൻ്റെ അകത്തുള്ളൊരു ബഹുമാനമൊക്കെ ഉണ്ട്. ഇങ്ങനെ പറയാത്ത കാര്യം പറഞ്ഞതായിട്ട് വെച്ച് വരരുത്. പിന്നെ KM ഫ്രാൻസിസ് PhD പറയാണ്, പാംപ്ലാനിയെ ബിഷപ്പായിട്ട് കാണണ്ട, ഒരു വ്യക്തിയായിട്ട് കണ്ടാൽ മതിയെന്ന്. ഇതാണ് വർഷങ്ങളായി ഞങ്ങൾ മുസ്ലിങ്ങളിൽ നിന്ന് കേൾക്കുന്നതും ഇത് തന്നെയാണ്. വർഷങ്ങളായിട്ട് കേൾക്കുന്ന ഒരു കാര്യം. കാരണം ഏതെങ്കിലും ഒരു പേര് കേട്ട ഉസ്താദ് വന്നിട്ട് വാട്സപ്പിലോ മെസ്സഞ്ചറിലോ അല്ലെങ്കിൽ മറ്റുള്ള ടെലിഗ്രാമിലോ അങ്ങനെയുള്ള ഗ്രൂപ്പുകളിലൊക്കെ സംസാരിക്കുമ്പോൾ ഏതെങ്കിലും ഒരു ഉസ്താദ് വന്നിട്ട്, സുന്നികളിൽപ്പെട്ട ഒരു ഉസ്താദ് വന്നിട്ട് പറയുമ്പോൾ മുജാഹിദിൽപ്പെട്ട ഒരാൾക്ക് ആ ആശയോട്ട് ചേരാതെ വരുമ്പോഴത്തേനും പറയും, ആ ഉസ്താദിന് ഞങ്ങൾ ആരെങ്കിലും ഒക്കെ മറുപടി കൊടുക്കുമ്പോൾ, വാട്സപ്പ് കാലം പോലെ ഇങ്ങനെയൊക്കെയുള്ള ചർച്ചകളിൽ മറുപടി കൊടുക്കുമ്പോൾ ഏതെങ്കിലും ഒരു കൂട്ടർ വന്നിട്ട്, ജമാഅത്ത് ഇസ്ലാമി ആയിരിക്കാം, ആരെങ്കിലും ആയിക്കോട്ടെ, അവർ വന്നിട്ട് ഉടനെ പറയുന്ന ഒരു കാര്യമുണ്ട്, നിങ്ങളൊരു ഉസ്താദ് എന്ന രീതിയിൽ അദ്ദേഹത്തിന് മറുപടി കൊടുക്കണ്ട, ഒരു വ്യക്തി എന്നതിൽ, ഒരു മുസ്ലിം ആയിട്ടുള്ള ഒരു വ്യക്തി എന്നതിൽ മറുപടി കൊടുക്കൂ. കാരണം എന്താ, ജമാഅത്ത് ഇസ്ലാമിയുടെ ആശയമാണ് പറഞ്ഞതെന്നുണ്ടെങ്കിൽ സുന്നികൾക്കും മുജാഹിദിനും അത് യോജിക്കാൻ പറ്റത്തില്ല, ഷിയായിക്കും ഒന്നും യോജിക്കാൻ പറ്റത്തില്ല. ഇനി സുന്നിയുടെ ആശയത്തിൽ ആ മറുപടി പറഞ്ഞെങ്കിൽ ബാക്കിയുള്ളവർക്ക് യോജിക്കാൻ പറ്റത്തില്ല. അതിപ്പോൾ ഇവരെടുക്കുന്ന ഒരു പരിപാടിയാണ് എന്ത്, നിങ്ങളൊരു വ്യക്തി എന്ന നിലയിൽ കണ്ടുകൊണ്ട് അദ്ദേഹത്തിന് മറുപടി കൊടുത്താൽ മതി, അല്ലാതെ ഒരു ഉസ്താദ് എന്ന നിലയിൽ, ഒരു മൗലവി എന്ന നിലയിൽ നിങ്ങൾ അതിന് മറുപടി കൊടുക്കാൻ നിൽക്കണ്ട എന്ന് മുസ്ലിങ്ങൾ പറയും. ഈ KM ഫ്രാൻസിസ് PhD അതേ ഡയലോഗ് തന്നെയാണ് ഇവിടെ അടിച്ചിരിക്കുന്നത്. കാരണം എന്താ, ഒരു വ്യക്തി പറഞ്ഞതിന് എന്തിന് നിങ്ങൾ മറുപടി കൊടുക്കണമെന്നാണ്. വ്യക്തിയാണോ ജോസഫ് പാംപ്ലാനി എന്ന് പറയുന്നത്? ഒരു വ്യക്തിയായിട്ടാണോ മറുപടി പറഞ്ഞത്, അല്ലെങ്കിൽ അയാൾ മൈക്കിന്റെ മുമ്പിൽ നിന്ന് സംസാരിച്ചത്, അതോ ഒരു മെത്രാപ്പോലിത്തൊക്കെ ആയിട്ടാണോ? ഇനി അതെന്താണെന്നറിയോ, ഈ ഡയലോഗ് അടിക്കുമ്പോഴത്തേന് എനിക്കൊരു കാര്യം ഓർമ്മ വരും. പണ്ടൊരു പഴഞ്ചൊല്ലുണ്ട് നമ്മളൊക്കെ പറയാൻ, മുല്ലപ്പൂമ്പടി ഏറ്റുകിടക്കാൻ കല്ലിനും ഉണ്ട് ആ സൗരഭ്യമൊന്നും. ആ കല്ലും ആരാണെന്നും മുല്ലപ്പൂ എവിടാണെന്നും അതിൻ്റെ ആ സൗരഭ്യവാസനയ്ക്ക് വേണ്ടി ഏറ്റുകിടക്കുന്നത് എവിടാണെന്നും ഏകദേശം ഇപ്പം നിങ്ങൾക്കെല്ലാം മനസ്സിലായെന്ന് തോന്നുന്നു. KM ഫ്രാൻസിസ് PhDയോടും കൂടെയുള്ളവരോടും പറയുകയാണ്, നിങ്ങളൊന്നും മറുപടിയൊക്കെ പറയാൻ വരുന്നതിന് മുമ്പ് അത്യാവശ്യം ചില കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കുന്നത് നല്ലതായിരുന്നു. എങ്കിലും ഒരു വാക്യം പറഞ്ഞുകൊണ്ട് ഞാൻ ഇന്നത്തെ എപ്പിസോഡ് നിർത്തുകയാണ്. കർത്താവ് അനുവദിച്ചാൽ PhD പറഞ്ഞ ചില കാര്യങ്ങൾ കൂടെ മറുപടി കൊടുക്കാണ്ട് അതും ഉടനെ തന്നെ ചെയ്യുന്നതായിരിക്കും. ഗലാത്യ ലേഖനം 1-ാം അധ്യായം 6 മുതൽ 10 വരെയുള്ള ഭാഗം. ക്രിസ്തുവിന്റെ കൃപയാൽ നിങ്ങളെ വിളിച്ചവനെ നിങ്ങൾ ഇത്ര പെട്ടെന്ന് ഉപേക്ഷിക്കുകയും വ്യത്യസ്തമായ ഒരു സുവിശേഷത്തിലേക്ക് തിരികുകയും ചെയ്യുന്നതിൽ എനിക്ക് ആശ്ചര്യം തോന്നുന്നു. വാസ്തവത്തിൽ മറ്റൊരു സുവിശേഷമല്ല, എന്നാൽ നിങ്ങളെ ഉപദ്രവിക്കാനും ക്രിസ്തുവിന്റെ സുവിശേഷത്തെ ദുഷിപ്പിക്കാനും ആഗ്രഹിക്കുന്ന കുറേ ആളുകളുണ്ട്. ഞങ്ങൾ നിങ്ങളോട് പ്രസംഗിച്ചതിൽ നിന്ന് വ്യത്യസ്തമായ ഒരു സുവിശേഷം ഞങ്ങൾ തന്നെയോ സ്വർഗത്തിൽ നിന്ന് ഒരു ദൂതൻ തന്നെയോ നിങ്ങളോട് പ്രസംഗിച്ചാൽ അവൻ ശപിക്കപ്പെട്ടവനാകട്ടെ. ഞങ്ങൾ നേരത്തെ നിങ്ങളോട് പറഞ്ഞ പ്രകാരം തന്നെ ഇപ്പോഴും ഞാൻ പറയുന്നു, നിങ്ങൾ സ്വീകരിച്ച സുവിശേഷമല്ലാതെ മറ്റൊന്നാരെങ്കിലും നിങ്ങളോട് പ്രസംഗിച്ചാൽ അവൻ ശപിക്കപ്പെട്ടവനാകട്ടെ. ഞാനിപ്പോൾ മനുഷ്യരുടെ പ്രീതിയാണോ അന്വേഷിക്കുന്നത്, അതോ ദൈവത്തിൻ്റെതോ? അഥവാ മനുഷ്യരെ പ്രസാദിപ്പിക്കാൻ ഞാൻ യത്നിക്കുന്നവരാണോ? ഞാൻ ഇപ്പോഴും മനുഷ്യരെ പ്രസാദിപ്പിക്കുന്നവനായിരുന്നുവെങ്കിൽ ക്രിസ്തുവിൻ്റെ ദാസനാവുകയില്ലായിരുന്നു. ഇത് POCയുടെ ബൈബിളിൽ നിന്ന് തന്നെ ഞാൻ എടുത്ത് തന്ന. കാരണം ചിലപ്പോൾ നിങ്ങൾക്ക് ചില ആൾക്കാർക്ക് അത് വലിയ വിഷമമാണ്. കാരണം സത്യവേദ പുസ്തകത്തിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ അംഗീകരിക്കില്ല, അതുകൊണ്ടാണ് നിങ്ങളുടെ പുസ്തകത്തിൽ നിന്ന് തന്നെ അല്ലെങ്കിൽ ഞങ്ങൾക്ക് സത്യവേദ പുസ്തകത്തിൽ നിന്ന് എടുത്ത് തരുന്നതാണ് നല്ലത്. ഇവിടെ ഈ വാക്യം ഒന്ന് എഴുതിയിടുന്നത് വളരെ നല്ലതായിരിക്കും. ബൈബിൾ വാക്യവുമായിട്ട് ഉപദേശിക്കാൻ വന്ന ഫ്രാൻസിസ് PhDയോട് പറയുകയാണ്, ക്രിസ്തുവിന്റെ കൃപയാൽ നിങ്ങളെ വിളിച്ചവനെ നിങ്ങൾ ഇത്ര പെട്ടെന്ന് ഉപേക്ഷിക്കും വ്യത്യസ്തമായ ഒരു സുവിശേഷത്തിലേക്കും തിരിയുന്നതിൽ എനിക്ക് ആശ്ചര്യം തോന്നുന്നു. പൗലോസ് അപ്പോസ്തലൻ പറയുമ്പോൾ ഞങ്ങൾക്കും വലിയ രീതിയിൽ നിങ്ങളെപ്പറ്റി ആശ്ചര്യം തോന്നുകയാണ്. കാരണം വാസ്തവത്തിൽ മറ്റൊരു സുവിശേഷമല്ല, എന്നാൽ നിങ്ങളെ ഉപദ്രവിപ്പാനും ക്രിസ്തുവിന്റെ സുവിശേഷത്തെ ദുഷിക്കാനും ആഗ്രഹിക്കുന്ന കുറേ ആളുകളുണ്ട്. ഞങ്ങൾ നിങ്ങളോട് പ്രസംഗിച്ചതിൽ നിന്ന് വ്യത്യസ്തമായ ഒരു സുവിശേഷം, ആ സുവിശേഷം അറിയിക്കുന്ന ആ വിശേഷം, സുവിശേഷമല്ല, ആ വിശേഷം അറിയിക്കുന്ന ആൾക്കാരുമായിട്ട്
നിങ്ങൾ മുല്ലപ്പൂമ്പൊടിയായിട്ട് കിടപ്പുണ്ടെങ്കിൽ ഒന്ന് മാറ്റി പിടിക്കുന്നത് നല്ലതായിരിക്കും ഫ്രാൻസിസ് PhD. കാരണം യേശുക്രിസ്തു ക്രൂശിക്കപ്പെട്ടു, മരിച്ചു, അടക്കപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റു എന്നുള്ളത് എല്ലാവരും പ്രസംഗിക്കുന്നതും എല്ലാവരും അംഗീകരിക്കുന്നതും അത് വിശ്വസിക്കുന്നവരുടെ പാപങ്ങൾക്ക് മോചനമായിട്ട് ഞങ്ങളുടെ പാപങ്ങൾക്കായിട്ട് എന്ന് വെച്ചാൽ ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന സത്യക്രിസ്ത്യാനികളായ ഞങ്ങൾക്ക് ഒരു നിത്യരക്ഷയ്ക്ക് കാരണമായി തീർന്നത് ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തു വേഷത്തിൽ മനുഷ്യനായി ഭൂമിയിലേക്ക് കടന്നു വന്നു, മരിച്ചു, അടക്കപ്പെട്ടു, 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റ് ഇന്നും സ്വർഗത്തിൽ ജീവിച്ചിരിക്കുന്നു. സ്വർഗത്തിൽ നിന്ന് കടന്നു വന്ന് സ്വർഗത്തിലേക്ക് മടങ്ങിപ്പോയവനായി യേശു ക്രിസ്തു അല്ലാതെ വേറെ ആരുമില്ല, വേറെ ആരും സ്വർഗത്തിലേക്ക് പോയിട്ടില്ല. അപ്പോൾ ഇവിടെ നല്ല രീതിയിൽ മനസ്സിലാക്കിയെടുക്കാൻ പറ്റുന്നതാണ് എന്ത്, ഞങ്ങൾ നിങ്ങളോട് പ്രസംഗിച്ചതിലും വ്യത്യസ്തമായൊരു സുവിശേഷം. അതെ, യേശുവിനെ ഈസയാക്കി, ഈസ ക്രൂശിക്കപ്പെട്ടിട്ടില്ല, കൊല്ലപ്പെട്ടിട്ടില്ല, അതൊരു തോന്നലായിട്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആരെങ്കിലും വന്നാൽ അവൻ ശപിക്കപ്പെട്ടവൻ തന്നെയാണ്. അവൻ ശപിക്കപ്പെട്ടവൻ തന്നെയാണ്, അതിന് മാറ്റമൊന്നുമില്ല. അവൻ ശപിക്കപ്പെട്ടവൻ തന്നെയാണ്. ഞങ്ങൾ നേരത്തെ നിങ്ങളോട് പറഞ്ഞ പ്രകാരം തന്നെ ഇപ്പോഴും ഞാൻ പറയും, ഒന്നുകൂടെ പൗലോസ് അപ്പോസ്തലൻ ഒന്നുകൂടെ അടിവരയിട്ട് ഒന്നുകൂടെ ഉറപ്പിച്ചു പറയാണ്, നിങ്ങൾ സ്വീകരിച്ച സുവിശേഷമല്ലാതെ മറ്റൊന്നാരെങ്കിലും നിങ്ങളോട് പ്രസംഗിച്ചാൽ അവൻ ശപിക്കപ്പെട്ടവനാകട്ടെ. അതെ, ഞങ്ങൾ സ്വീകരിച്ചിരിക്കുന്നത്, ക്രിസ്തുവിന്റെ കൃപയാൽ ഞങ്ങൾ സ്വീകരിച്ചിരിക്കുന്ന സുവിശേഷം എന്താണെന്ന് ഞങ്ങൾക്ക് വളരെ വ്യക്തമായിട്ട് അറിയാം. അതിന് വിപരീതമായിട്ട് പ്രസംഗിക്കുന്ന, പക്ഷെ നിങ്ങൾ അതിന് വിപരീതമായിട്ട് പറയുന്നവർ എന്ത് ചെയ്യുന്നു? പിടിച്ച് ഓമനിച്ച് കൂടെയൊക്കെ നിർത്തിയിട്ടുണ്ട്. ഡോക്ടർ വിൻസെന്റ് കുണ്ടുകുളമൊക്കെ ഒരു പുസ്തകമൊക്കെ എഴുതിയിട്ടുണ്ട്, ക്രിസ്ത്യൻ ഇസ്ലാം സംഭാഷണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. ആ പുസ്തകത്തിൻ്റെ അകത്തൊക്കെ എഴുതി വെച്ചിരിക്കുന്നത് അങ്ങനെയാണ്. പകുതിയോളം ഭാഗത്ത് അദ്ദേഹം ബൈബിളിനെ പറ്റി, യേശുവിനെ പറ്റിയൊക്കെ എഴുതിയിട്ട് നേരെ പകുതിയോളം സ്ഥലത്ത് ഈ കാരക്കുന്നിനെയൊക്കെ വിളിച്ചു വരുത്തിയിട്ട് എഴുതാൻ എന്തൊക്കെയുള്ള അവർക്ക് ഇല്ലാതെ പോയതുകൊണ്ടായിരിക്കും ഇവരെ വിളിച്ചിരുത്തി കുറേ എഴുതിയൊക്കെ എഴുതിയിട്ടുണ്ട്. അത് ഈ PhD ഫ്രാൻസിസ് PhD ആ പുസ്തകമൊക്കെ മേടിച്ച് വായിക്കുന്നത് നല്ലതായിരിക്കും. ഇനി വേറൊരു കാര്യം, മനുഷ്യരെ പ്രസാദിപ്പിക്കാൻ ഞാൻ യത്നിക്കുകയാണോ? ഞാൻ ഇപ്പോഴും മനുഷ്യരെ പ്രസാദിപ്പിക്കുന്നവരായിരുന്നെങ്കിൽ ക്രിസ്തുവിൻ്റെ ദാസനാകില്ലായിരുന്നു. ഞാൻ നിങ്ങളോടൊരു കാര്യം പറയട്ടെ, ഫ്രാൻസിസ് PhD, മനുഷ്യരെ പ്രസാദിപ്പിക്കുന്നവരല്ല യഥാർത്ഥ ദൈവദാസൻ, ദൈവത്തെ പ്രസാദിപ്പിക്കുന്നവരാണ്. സർവശക്തനായ ദൈവത്തെ ഏതു മനുഷ്യനെയും പ്രസാദിപ്പിക്കുന്നതിനേക്കാൾ ദൈവത്തെ പ്രസാദിപ്പിക്കുന്നവനാണ് ഏറ്റവും നല്ല ക്രിസ്തുവിൻ്റെ ദാസൻ എന്ന് പറയുന്നത്. ഫ്രാൻസിസ് PhDയോട് പറയുകയാണ്, എന്തെക്കാളും ഞങ്ങളുടെ ഈ പ്രവർത്തനങ്ങൾ, സാക്ഷി അപ്പോളജിസ്റ്റിൻ്റെ ആണെങ്കിലും TFൻ്റെ പ്രവർത്തനങ്ങൾ കൊണ്ടാണെങ്കിലും അനേകർക്ക് ഒരു ആത്മീയ സന്തോഷവും അല്ലാതെ മറ്റുള്ള പല സന്തോഷവും, കുടുംബജീവിതത്തിലാണെങ്കിലും വ്യക്തിപരമായ ജീവിതത്തിലാണെങ്കിലും അനേക സന്തോഷങ്ങൾ അവർക്ക് ലഭിച്ചിട്ടുണ്ട്. നിങ്ങൾ ഒരു കാര്യം കൂടെ പറയാം, ഈ ഞങ്ങൾക്ക് ക്രിസ്തുവിൻ്റെ കൃപയാൽ സത്യം പറയാൻ മാത്രമേ പറ്റത്തുള്ളൂ. നിങ്ങൾ ഫ്രാൻസിസ് PhD പറഞ്ഞൊരു കാര്യമുണ്ട്, സത്യത്തിൻ്റെ പോരാളികൾ സത്യം തന്നെ വന്നുള്ളൂ. ഇപ്പോഴാണ് നിങ്ങൾ എന്താണെന്നുള്ള സത്യം ഫ്രാൻസിസ് PhDയും ബാക്കിയുള്ള താങ്കളും പിതാവേ എന്ന് വിളിക്കുന്നവരുടെയൊക്കെ ആ ഉള്ളിലുള്ള സത്യം എന്താണെന്ന് പുറത്തു വന്നതെന്ന് എല്ലാവർക്കും ബോധ്യമായിട്ടുണ്ട്. അതുകൊണ്ട് ഒരു കാര്യം പറയാം, ഞങ്ങൾ ക്ലബ് ഹൗസിൽ പറഞ്ഞത് എന്തായിരുന്നു വിഷയമെന്ന് അറിയാതെ ആരൊക്കെ എന്തൊക്കെയോ പറഞ്ഞത് കേട്ട് ഒരു ഉറക്കമുണർന്നപ്പോൾ ചാടി എഴുന്നേറ്റ് മുഖവും കഴുകി വന്ന് ഇങ്ങനെ ഇരുന്ന് സംസാരിക്കുമ്പോൾ ഒരു കാര്യം ഓർക്കണം, ഞങ്ങൾ പറഞ്ഞതിനല്ല താങ്കൾ മറുപടി പറഞ്ഞത്. ഞങ്ങൾ പറഞ്ഞ വിഷയം എന്താണെന്ന് താങ്കൾക്കറിയത്തില്ലെങ്കിൽ പറയാം. ചെമ്പേരിയിൽ വെച്ച് ജോസഫ് പാംബ്ലാനി പറഞ്ഞ കേരള സ്റ്റോറി അല്ല പ്രചരിപ്പിക്കേണ്ടത്, നസ്രേന്റെ സ്റ്റോറിയാണ് പ്രചരിപ്പിക്കേണ്ടത് എന്ന പ്രസ്താവന നടത്തിയതിൻ്റെ പേരിലല്ല ഞങ്ങൾ ഇത് ഒരു TF ക്ലബ് ഹൗസിൽ റൂമിട്ട് സംസാരിച്ചത്. ഒന്നുകൂടെ പറയുന്നു, ചെമ്പേരിയിൽ വെച്ചു താങ്കളുടെ പിതാവായ ജോസഫ് പാംബ്ലാനി പറഞ്ഞത് കേരള സ്റ്റോറിയല്ല പ്രചരിപ്പിക്കേണ്ടത്, നസ്രേന്റെ സ്റ്റോറിയാണ് പ്രചരിപ്പിക്കേണ്ടത് എന്ന പ്രസ്താവന നടത്തിയുണ്ട്. ആ പ്രസ്താവന നടത്തിയതിൻ്റെ പേരിലല്ല ഞങ്ങൾ TF ട്രൂത്ത് വെയിറ്റേഴ്സ് ക്ലബ് ഹൗസിൽ റൂമിട്ടത്. കേട്ടല്ലോ, ഞങ്ങൾ റൂമിട്ടത് വേറൊന്നുമല്ല, ലവ് ജിഹാദ് എന്ന് പറയുന്ന വിഷയത്തിൽ പ്രണയക്കെണിയിൽ ആരെയും തലശ്ശേരി മേഖലയിൽ നിന്നും കൊണ്ടുപോകാൻ സാധിക്കത്തില്ല എന്ന് പറയുകയും എന്നാൽ അതിന് കാലങ്ങൾക്ക് മുമ്പ് ലവ് ജിഹാദ് ഉണ്ടെന്ന് സ്ഥാപിക്കുകയും ചെയ്ത ആ വാക്കുകൾക്കാണ് ഞങ്ങൾ മറുപടി പറഞ്ഞത്. പിന്നെ അബ്രഹാമിൻ്റെ പാരമ്പര്യം, അബ്രഹാമിൻ്റെ വംശത്തിലുള്ളവരാണ് മുസ്ലിങ്ങൾ എന്നതിന്
നിങ്ങളുടെ തലശ്ശേരി രൂപതയിൽ നിന്ന് ഇറക്കിയിരിക്കുന്ന പുസ്തകത്തിൽ തന്നെ അതിന് മറുപടി കിടപ്പുണ്ട്. അപ്പോൾ അടുത്ത എപ്പിസോഡിൽ അബ്രഹാമിന്റെ വംശത്തിൽ ഉള്ളവരാണോ മുസ്ലിങ്ങൾ എന്നുള്ളതിന് തലശ്ശേരി രൂപത ഇറക്കിയിരിക്കുന്ന പുസ്തകത്തിൽ നിന്നും മറുപടി ഞാൻ തരാം, ദൈവം അനുവദിച്ചാൽ. ഒരു കാര്യം കൂടെ PhD KM ഫ്രാൻസിസ് PhDയോട് പറയുകയാണ്. ആകാശത്തിന് കീഴിൽ ഭൂമിക്ക് മുകളിൽ രക്ഷിക്കപ്പെടുവാൻ ഏകനാമം അത് കർത്താവായ യേശുക്രിസ്തു എന്ന ആ നിസ്തുല്യ നാമം തന്നെയാണ്. ആ നിസ്തുല്യമായ നാമത്തിൽ നിങ്ങൾ വീണ് ആശ്രയിച്ച് ഇനിയെങ്കിലും മനുഷ്യരെ പ്രസാദിപ്പിക്കുന്നതിനേക്കാൾ നല്ലത് ജീവനുള്ള ദൈവമായി ക്രിസ്തുവിനെ പ്രസാദിപ്പിച്ചതുകൊണ്ട് ഇന്ന് തന്നെ ബുദ്ധി ഉപദേശിക്കുന്നു. മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിച്ച് ക്രിസ്തു പറഞ്ഞ കൽപ്പനകളെ പാലിച്ചുകൊണ്ട് ജീവിക്കുവാൻ നിങ്ങളെ ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. ദൈവം എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ.